എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. 4 മണി വരെയാണ് ഒഫീഷ്യൽ ഡേറ്റ് എങ്കിലും വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ടൈം കിട്ടും. എന്നിരുന്നാലും നിങ്ങൾ ആദ്യം തന്നെ അത് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു അപേക്ഷ കൊടുക്കാൻ നോക്കുക. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിൽ തെറ്റുകൾ വരുത്തരുത്. അതായത് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി, റിലീജിയൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, താലൂക്ക്, കോർപ്പറേഷൻ എന്നിങ്ങനെയുള്ള വിവിധ ബോണസ് പോയിന്റിന് അർഹത ഉണ്ടാവുന്ന കാര്യങ്ങൾ യാതൊരു കാരണവശാലും തെറ്റുവരുത്താൻ പാടില്ല. അതുപോലെ EWS സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ നോ എന്ന് തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഒരിക്കലും ഇല്ലാത്ത സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് പോയിട്ട് യെസ് ഒന്നും കൊടുക്കരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സ്കൂളിലേക്കും കോഴ്സിലേക്കും വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിന് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ട് +1 അഡ്മിഷൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു സ്കൂളിലും നിലവിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ ഇല്ലാതെ ഏതൊരു വിദ്യാർത്ഥിയും ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് വരാം. അതായത് ഇതുവരെ +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കാൻ പറ്റാത്തവർ, ഇതുവരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഡ്മിഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് അപേക്ഷയിൽ തെറ്റ് കാരണം അഡ്മിഷൻ സ്കൂളിൽ പോയ സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാത്തവർ, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും വിവിധ കാരണങ്ങളാൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ അപേക്ഷിച്ചിട്ട് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാത്തവർ എന്നിങ്ങനെയുള്ള അപേക്ഷയിൽ തെറ്റ് നിലവിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർ ഉൾപ്പെടെ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പുതിയ ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതായത് മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്രിയേറ്റ് ക്യാൻഡ് ലോഗിൻ SWS ലിങ്ക് മുഖേന ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ SLC സ്കീം, അതുപോലെ പാസ്സായ വർഷം, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ എന്നിവ തെറ്റായിട്ടുള്ളവരും ഇതേ രീതിയിൽ പുതിയ ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം ഓൾറെഡി ക്യാൻഡ് ലോഗിൻ ഉള്ള വിദ്യാർത്ഥികൾ, ഒരു ഡീറ്റെയിൽസും തെറ്റുകളൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ ഓൾറെഡി ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ക്യാൻഡ് ലോഗിൻ SWS ലിങ്ക് മുഖേന ക്യാൻഡ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ പുതുക്കി തെറ്റുകൾ തിരുത്തി പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാം. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരോ നേരത്തെ പറഞ്ഞതുപോലെ SLC സ്കീം, അതുപോലെ തന്നെ പാസ്സായ വർഷം, അതുപോലെ രജിസ്റ്റർ നമ്പർ എന്നിവ തെറ്റിയവർ പുതിയ ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രം ക്യാൻഡ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് കാര്യം പറയാം. ആദ്യം തന്നെ നിങ്ങൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, സ്കൂൾ വൈസ് വാക്കൻസീസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സ്കൂൾ വൈസ് വാക്കൻസീസ് വരും. അവിടെ സെലക്ട് ഡിസ്ട്രിക്ട് എന്നുള്ള അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ല ഏതാണോ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ സ്കൂളുകളിൽ സീറ്റ് വാക്കൻസി ഉണ്ട്, ഏതൊക്കെ കോഴ്സിൽ വാക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഏത് സ്കൂളിലെയും ഏത് കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇത് അലോട്ട്മെൻറ്റ് അല്ല എന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകുന്നതിന് പ്രോബ്ലം ഇല്ല. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ നോക്കി ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഏതൊക്കെ കോഴ്സിൽ വാക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇനി ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് ബട്ടൺ അടിച്ച ശേഷം പിന്നീട് ഇതുവരെ അപേക്ഷിക്കാത്തവരും, അതുപോലെ സ്കീം, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ഇയർ ഓഫ് പാസ് എന്നിവ തെറ്റിപ്പോയിട്ടുള്ളവർ ക്രിയേറ്റ് ക്യാൻഡ് ലോഗിൻ SWS ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അടുത്ത പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതും സബ്മിറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് വരും. ഇവിടെ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകുക. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു സെൻഡ് OTP ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് ഫോണിലേക്ക് OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് വരും. അവിടെ നിങ്ങൾക്ക് ഈ ലോഗിൻ ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് ഏത് പാസ്വേഡാണ് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 തവണ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അടുത്ത പേജിൽ നിങ്ങളുടെ ആ ഒരു ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും, ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ നൽകുന്ന പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആവശ്യമാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ ക്യാൻഡ് ലോഗിൻ എന്നുള്ള ലിങ്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ക്യാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് അപേക്ഷയിൽ തെറ്റുള്ളവർ, അപേക്ഷയിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നേടാൻ പറ്റാത്തവർ, നോൺ ജോയിനിങ് ആയിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ഏതൊരു വിദ്യാർത്ഥിയും പിന്നീട് ക്യാൻഡ് ലോഗിൻ SWS ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് ഫോണിലേക്ക് OTP നൽകുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ
പ്രൊഫൈൽ പേജിലേക്ക് പോകും. അവിടെ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പേജിലേക്ക് പോകാവുന്നതും ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരും അതുപോലെ തന്നെ പുതിയ ക്യാൻ ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപേക്ഷിക്കുന്നവരും അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നൽകുക. അതുപോലെ തന്നെ ഓൾറെഡി നേരത്തെ അപേക്ഷിച്ച അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, അപേക്ഷയിലെ തെറ്റുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ വിവിധ കാരണങ്ങളാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാതിരുന്നവർ എന്നിവരൊക്കെ ആ ഒരു ഫോം പേജിൽ നിങ്ങളുടെ റിലീജിയൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക് അതുപോലെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും, ക്ലബ് സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെ വിവിധ കാര്യങ്ങൾ നൽകിയത് തെറ്റുണ്ടോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക. എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായി നൽകി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതിന് താഴെ സേവ് ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ അടുത്ത പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ മാർക്ക് ഡീറ്റെയിൽസ് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർ കൃത്യമായിട്ട് ഓരോ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകുക. ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാകും. അതൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം പിന്നീട് അടുത്ത പേജിൽ ഓപ്ഷൻ നൽകാനുള്ള പേജാണ്. നിങ്ങൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്കൂൾ കോഴ്സ് വേക്കൻസികൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ് കൊടുക്കുന്നു, കോഴ്സ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം സേവ് ചെയ്യുന്നു. ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്കൂളിലേക്കും പ്രയോറിറ്റി ഒന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. കാരണം ഇത് സ്പോട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ നേരിട്ടാണ് ഇതിൽ അഡ്മിഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്രയോറിറ്റി വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്കൂളും കോഴ്സും കൊടുത്തെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾക്ക് സേവ് ഓൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക, ചില വിദ്യാർത്ഥികൾക്ക് സേവ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ചില വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് അതിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഒരു സേവ് എന്നാണ് കാണാൻ പറ്റുക. എന്നാൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ലാത്തവർക്ക് സേവ് ഓൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ സേവ് ഓൾ ആണോ സേവ് എന്നുള്ള ഓപ്ഷനാണോ കാണുന്നത് എന്താണ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജ് എന്ന് പറയുമ്പോൾ നിലവിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. CBSE ബാം വിദ്യാർത്ഥികളാണെങ്കിൽ നിലവിൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് സർട്ടിഫിക്കറ്റ് നമ്പറൊന്നും അറിയാൻ പറ്റത്തില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ഒരു അഡ്മിറ്റ് കാർഡ് നമ്പർ, അതായത് നിങ്ങളുടെ ഒരു ഹാൾ ടിക്കറ്റിലെ നമ്പർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ കൊടുത്ത നമ്പർ ഉണ്ടാകും. അപ്പോൾ അതാണ് ആ ഒരു രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇഷ്യൂയിങ് അതോറിറ്റി CBSE, അതുപോലെ തന്നെ ഇഷ്യൂയിങ് ഡേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇഷ്യൂയിങ് ഡേറ്റ് എന്ന് പറയുമ്പോൾ അത് റിസൾട്ട് വന്ന ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ് അതുപോലെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് സബ്മിറ്റ് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അടുത്ത പേജ് എന്ന് പറയുന്നത് പ്രിവ്യൂ പേജാണ്. നിങ്ങൾ അതുവരെ നൽകിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മാർക്ക് ഡീറ്റെയിൽസ്, സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു പേജിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റുണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽസിൻ്റെയും ഇതേപോലെ പെൻസിലേക്ക് ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റുകൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ എഡിറ്റുകളും ചെയ്തു, നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂൾ കോഴ്സ് ഓപ്ഷൻ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഡിക്ലറേഷൻ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു കൺഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കാണ് വരിക. അതേസമയം നിങ്ങൾ കൺഫേം ചെയ്യുന്ന സമയത്ത് ബാക്ക് അടിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു പ്രൊഫൈൽ പേജിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ഫോർ വേക്കൻസി അഡ്മിഷൻ എന്നുള്ള ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പ്രിവ്യൂ പേജിലേക്ക് വരേണ്ടതും പിന്നീട് നിങ്ങൾക്ക് ഡിക്ലറേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫൈനലായിട്ട് കൺഫേം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നേരെ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കാണ് ഉണ്ടാവുക പ്രൊഫൈൽ പേജിൽ. അപ്പോൾ ആ ഒരു പ്രിന്റ് ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു പ്രിന്റ് കിട്ടുന്നതോടുകൂടിയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഈ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂൾ കോഴ്സ് ഓപ്ഷനുകളുടെ റാങ്ക് ലിസ്റ്റ് ഇന്ന് രാത്രി ഏകദേശം ഒരു 11 മണിയോടെ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇന്ന് രാത്രി 11 മണി അല്ലെങ്കിൽ നാളെ രാവിലെ ഏകദേശം ഒരു 6 മണിയോടെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ അതിൽ ക്യാൻ ലോഗിൻ ചെയ്ത് നിങ്ങൾ നോക്കുന്ന പോലെ തന്നെ ക്യാൻ ലോഗിൻ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേക്കൻസി അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ലിങ്ക് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതും നിങ്ങൾക്ക് ഓരോ ഓപ്ഷനിൽ നൽകിയ ഓരോ സ്കൂളിലേക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു hskap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഇതേപോലെ ആ ഒരു വെബ്സൈറ്റ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് വേക്കൻസീസ് ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപ്ലൈ ചെയ്ത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്ന സ്കൂളുകളിലെ വേക്കൻസി നോക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, റാങ്കും സീറ്റ് വേക്കൻസിയും എത്രയുണ്ട്, ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നോക്കിയ ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സ്കൂളിൽ ഞാൻ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ 39 സീറ്റാണ്. ഈ ഒരു ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് 39 സീറ്റ് ഉണ്ട്. അപ്പോൾ 39 സീറ്റ് ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ റാങ്ക് ഒരു 15 ഒക്കെ ആണെങ്കിൽ എനിക്ക് അവിടെ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു സ്കൂളിൽ രാവിലെ അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് എത്തണം. 12 മണിക്ക് ശേഷം രജിസ്ട്രേഷൻ ചെയ്യാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. അതിനാൽ തന്നെ രാവിലെ തന്നെ പോവുക. പോയിട്ട് നിങ്ങളുടെ പേര് ആ ഒരു സ്കൂളിൽ പോയിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്യുക. പേര് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ
അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതേപോലെ 15 തന്നെ റാങ്ക് ഉണ്ടായിരിക്കണമെന്നില്ല. ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു 55 ഒക്കെ ആയിരിക്കും റാങ്ക്, എന്നാൽ ഇവിടെ സീറ്റ് 39 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ ആ ഒരു എല്ലാ സ്കൂളും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ നിങ്ങൾ നേരിട്ട് പോയിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ സ്കൂളിലും നിങ്ങൾ വിളിച്ചിട്ട്, അതായത് സ്കൂളിൻ്റെ ഫോൺ നമ്പർ ഈ ഒരു HSK വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു സ്കൂളിൽ നിങ്ങൾ എല്ലാ സ്കൂളും വിളിച്ചിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ്, അതായത് ഓഗസ്റ്റ് 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും. എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ പേര് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.